all 3-digit numbers that can be formed using the digits 3, 8, 9 without repetition are written on slip of paper and put in a box. If a slip is drawn from the box, what is the probability that the number is less than 800? 3, 8, 9 എന്നീ 3 ഡിജിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എത്ര 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം. അതിൽ തന്നെ പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത് ആ എഴുതുന്ന സംഖ്യ 800-ൽ താഴെയാകാനുള്ള പ്രോബബിലിറ്റി എത്ര? സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. 3, 8, 9 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് റിപ്പീറ്റ് വരാതെ എത്ര സംഖ്യകൾ എഴുതാം? അതിൽ 800-നേക്കാൾ താഴെ വരുന്ന സംഖ്യ എന്നായിരുന്നു ചോദ്യം. അതല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ 3, 8, 9 എഴുതാം. 3, 9, 8 എഴുതാം, കോമില്ല. ദെൻ 9, 3, 8 എഴുതാം. 9, 8, 3 എഴുതാം. 8, 3, 9 എഴുതാം. 8, 9, 3. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലെസ് ദാൻ 800 വരുന്ന നമ്പേഴ്സ് എത്ര ഉണ്ട്? 2. ആകെ പോസിബിലിറ്റി 1, 2, 3, 4, 5, 6. 6-ൽ 3. 6-ൽ 3 നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? കട്ട് ചെയ്താൽ 1/2. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 16th ക്വസ്റ്റ്യൻ. എ പോയിന്റ് ഈസ് മാർക്ക്ഡ് വിത്തിൻ ഈച്ച് ഓഫ് ദ സർക്കിൾ ഷോൺ ഇൻ ദ പിക്ചർ. If the probability that the point is within the shaded part of the first circle is taken as P and the probability that the point is within the shaded part of the second circle is taken as Q, then what is the relation between P and Q? ആദ്യത്തെ പിക്ചറിലെ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഷെയ്ഡഡ് പാർട്ട് എടുത്താൽ അവിടെ ഒരു പോയിൻ്റ് വീഴാനുള്ള പ്രോബബിലിറ്റി P ആണ്. രണ്ടാമത്തതിൽ Q ആണെങ്കിൽ പിയും ക്യൂവും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി, രണ്ട് സർക്കിളിൻ്റെയും സെൻറ്റർ ആംഗിൾ ഡിഗ്രി എന്ന് പറയുന്നത് 60 ഡിഗ്രി അല്ലേ. അതായത് ഒരു സർക്കിളിൻ്റെ 60 ആംഗിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഈക്വൽ പാർട്ടാക്കി കട്ട് ചെയ്ത് 1/6 പാർട്ടാണല്ലോ രണ്ടും. വലിയ സർക്കിളിലും ചെറിയ സർക്കിളിലും ആ ഷെയ്ഡഡ് പോർഷൻ വരുന്നത് 1/6 പാർട്ടാണ്. അപ്പം പ്രോബബിലിറ്റി രണ്ടിലും സെയിം തന്നെയാണ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ P = Q എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ. ഇഫ് 3-digit number is chosen and divided by 4, what is the probability that the remainder is 3? ഒരു 3-അക്ക സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അവയുടെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നോക്കാം. 3-അക്ക സംഖ്യകളെല്ലാം നമ്മൾ എടുക്കുന്നു. 3-അക്ക സംഖ്യ എത്ര ടോട്ടൽ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ് എത്രയുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് 3-digit നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര 99, 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. 100 തൊട്ട് 999. സോ എത്ര 3-digit നമ്പേഴ്സ് മൊത്തം ഉണ്ടെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 999 ഇത്രയും 99 അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 999 മൈനസ് 99. അതായത് 900 3-digit നമ്പേഴ്സ് ആകെ മൊത്തത്തിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 900-ൽ എത്ര പേരാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്നത് എന്നാണ് ചോദ്യം. അത് എത്ര എണ്ണം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവൈഡിങ് ബൈ 4. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് 3-digit നമ്പർ റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ആദ്യത്തെ നമ്പർ 103 അല്ലേ. അതിനുശേഷം വരുന്നത് 107 ആണ്. ദെൻ 111 വരും, എക്സെട്ര 999 വരും. ഓക്കെ, റെഡിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത്രയും നമ്പേഴ്സിനകത്ത് നിന്ന് എന്താണ് ചോദ്യം? ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തും? ആദ്യം നമുക്ക് ഇതിനിടയിൽ എത്ര നമ്പേഴ്സ് എണ്ണം കണ്ടുപിടിക്കാൻ മാർഗം n = നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിച്ചാലും മതി. nth ടേം = എന്താ? dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്നത് 999 ആണെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ. സോ കോമൺ ഡിഫറൻസ് ഇവിടെ 4n പ്ലസ് ഫസ്റ്റ് ടേം 103 മൈനസ് d 4, അതായത് 99 = 999. സോ 4n
4n ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ 900 എന്ന് വരും. സോ n ഈക്വൽ ടു 900/4, അതായത് 225. സോ അത് ഈ 220 അത്രയും കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഈസ് 225 / 900. ഓക്കെ അല്ലേ?